ലെറ്റ്സ് ടോക്ക് സിനിമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് ലെറ്റ്സ് ടോക്ക് സിനിമയിലെ. അത് തന്നെ ഇപ്പൊ തരംഗമായിക്കൊണ്ടിരിക്കുന്ന എമ്പുരാനെ പറ്റിയിട്ടാണ്. സോ മാർച്ച് 27-ാം തീയതി തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുകയാണ് നാളെ. മുരളി ഗോപിയുടെ ഭാഷയെ പറഞ്ഞ ചികിട്ടാനെ തുറന്നു വിടാൻ പോവാണ്. ലാലേട്ടൻ എനിക്കിത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലാലേട്ടൻ ഫാൻ, സോറി ലാലേട്ടൻ ഫാൻ, എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് കിട്ടിയ ആ ഒരു മുരളി ഗോപിയുടെ ലൈൻസ്. അതേപോലെ ഇതിൻ്റെ അകത്ത് ട്രെയിലറിലൊരു ഫ്രെയിം വന്നിട്ടുണ്ടായിരുന്നു. ജംഗിൾ ഇങ്ങനെ കത്തുന്ന സമയത്ത് ലാലേട്ടൻ ഇങ്ങനെ മുണ്ട് മടക്കി കുത്തി നിൽക്കുന്ന ആ ഒരു ഫ്രെയിം. എന്റെ പൊന്നെ, ഒരുപാട് എക്സൈറ്റ്മെന്റ്. സോ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കഷ്ടപ്പെട്ടാണ് ബുക്ക് ചെയ്തത്, ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് നമ്മള് എന്റെ ഫ്രണ്ട് ക്യൂ നിന്നാണ്, അതായത് ഒബ്രോൺ മാളിൽ പോയി ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് കിട്ടിയത്. സോ അതിന് ഫ്രണ്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ 5ഉം 10ഉം ഒക്കെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നത്. നമ്മൾ ആക്ച്വലി നമ്മുടെ ഷോയായ ബുക്ക് യുവർ ഷോ ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. സോ നമ്മൾ ഒരാഴ്ച മുന്നെയാണ് ബുക്ക് യുവർ ഷോ ഒക്കെ ചെയ്തത് വെക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് ഇങ്ങനെ അത് ഇപ്പൊ തന്നെ സോൾഡ് ഔട്ട് ആയി എല്ലാ ടിക്കറ്റ്സും. സോ ഒരുപാട് പേർക്ക് കാണാനുണ്ട്. ആരും സ്പോയിലർ ഇടല്ല കേട്ടോ ദൈവം. അപ്പൊ ഓൾറെഡി ഈ മൂവിയുടെ ട്രെയിലർ വന്നപ്പോ തന്നെ ഒരുപാട് പ്രഡിക്ഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആരാണ് ആ റെഡ് ഡ്രാഗന്റെ പിന്നിലുള്ള മുഖം? ആരാണ് ഷെറോൺ? എനിക്ക് തോന്നിയത് അമീർ ഖാൻ ആണെന്നാണ് ഇന്നലെ എല്ലാരും തന്നെ പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി അമീർ ഖാന്റെ സ്റ്റോറി എല്ലാരും കണ്ടിട്ടുണ്ടാവും. ടൈമർ ഇട്ടിട്ടുണ്ട്. എന്തിന്റെ ടൈമർ ആണെന്ന് നമുക്കറിയില്ല. എമ്പുരാൻ ആയിരിക്കാം എന്നുള്ളൊരു പ്രഡിക്ഷൻ അസ്യൂം ചെയ്യുവാണ്. പ്രഡിക്റ്റ് ചെയ്യാനും പറ്റില്ല ആരാണെന്ന്. ഓൾറെഡി ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട്. അമീർ ഖാന്റെ സിസ്റ്റർ ഇതില് അതുപോലെ റിക്യൂന്റെ പേര് പറയുന്നുണ്ട്. റിക്യൂൺ വിക്കിപീഡിയയിലെ എമ്പുരാന്റെ കാസ്റ്റില് റിക്യൂന്റെ പേരും കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കൺഫ്യൂഷൻ, ഒരുപാട് കൺഫ്യൂഷൻ ആക്കുവാണ്. പിന്നെ ഇതിലെ റൈറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മുരളി ഗോപി. സോ ഇത്രയും വിഷനുള്ളൊരു മനുഷ്യൻ. ഞാൻ ആ ഒരു ലൂസിഫർ എന്നുള്ള സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു സിനിമയുടെ. സോ എന്താണ് ശരിക്കും ആ ഒരു ഇലുമിനാറ്റി, അതുപോലെ ലൂസിഫർ ലെജൻസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത് പറഞ്ഞു പോകുന്നുണ്ട് മുരളി ഗോപിയുടെ. എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റോറിക്കും അതിൻ്റെതായൊരു സ്ട്രെങ്ത് ഉണ്ട്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ഒരു പെർസ്പെക്റ്റീവ് ആണ്. പേഴ്സണലി എനിക്ക് മുരളി ഗോപിയുടെ സ്റ്റോറീസിന്റെ ആരാധികയാണ് ഞാൻ. അതെ, അപ്പൊ മുരളി ഗോപി റൈറ്റർ, പൃഥ്വിരാജ് സുകുമാരൻ ഡയറക്ടർ. ഒരു പവർ പാക്ക് ആണ്. പൃഥ്വിരാജിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് വീണ്ടും വരുന്നുണ്ട്. അതില് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാള സിനിമയുടെ അംബാസഡർഷിപ്പ് ആണ് ഡ്രീം എന്നുള്ളത്. അത് ഒരുപാട് എനിക്ക് ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിക്കണം. അതിനുശേഷം അതെ അങ്ങനെ പിന്നെ കഴിഞ്ഞ ദിവസം ഒരു പ്രസ് മീറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു തെലുങ്കില്, എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാ ലാംഗ്വേജിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് പൃഥ്വിരാജിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് തെലുങ്കില് ഒരു മലയാള സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് എന്ന് ചോദിച്ചപ്പം പൃഥ്വിരാജ് തഗ് മറുപടി ഉണ്ടായിരുന്നു. ഞാനാണ് സലാർ മലയാളത്തിൽ, KGF, സലാർ തുടങ്ങിയ മൂവീസ് ഞാനാണ് മലയാളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. അത് ഒരു മാസ് ഡയലോഗ്, ഇപ്പൊ മാസായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട് ആ വീഡിയോസ്. അതേപോലെ തന്നെ പൃഥ്വിരാജ് ഈ ഒരു ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു സ്റ്റുഡിയോയുടെ ഉള്ളില് ഒരിക്കലും ഷൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ 2 വർഷം എടുത്തു. കാരണം നമുക്ക് ഇതിനകത്ത് അറിയാം, ഒരുപാട് കൺട്രീസ് കവർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻസുകൾ കവർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ടൈം എടുത്തു ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻസ് ഒക്കെ. അതുപോലെ ഫോണിലാണ് പല സീൻസും ഷൂട്ട് ചെയ്തു എന്നും പറഞ്ഞു. GoPro, iPhone, FX3, സുജിത് വാസുദേവാൻ DOP. ഫ്രെയിംസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഫ്രെയിം എന്ന് പറഞ്ഞപ്പോ ലൂസിഫറിൽ ലാലേട്ടന്റെ വാടാ എന്ന് പറഞ്ഞ സീൻ ഉണ്ടല്ലോ, അത് സെക്കൻഡ് എമ്പുരാന്റെ ട്രെയിലറിൽ വന്നപ്പോ അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ട്രെയിലറിൽ വാടാന്ന് പറയുന്നില്ല. അതെ, ഞാൻ ട്രെയിലർ കണ്ടപ്പോ ഞാൻ ലാലേട്ടൻ ഇങ്ങനെ കാണിച്ചപ്പോഴേ വാടാ എന്ന് ഞാൻ പറഞ്ഞു. അതെ, അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ലൂപ്പില് ഒരു എമ്പുരാൻ സോങ് കിടപ്പുണ്ട്, ദീപക് ദേവിന്റെ മ്യൂസിക്. എന്റെ പൊന്നെ, എനിക്ക് സെക്കൻഡ്സില് ട്രെയിലറിൽ ലാലേട്ടന്റെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ട്രെയിലറിലെ ഇൻട്രോയില് അവിടെ ഒരു എമ്പുരാനന്ദ ഒരു ഹൈ ഒരു വോയിസിലാണ് അത് വന്നിട്ടുള്ളത്. അതൊരു
എനിക്ക് തോന്നുന്നത് തിയേറ്ററിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂസ് ബംസ് വരും. കയ്യടി വീടുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും. പിന്നെ അതുപോലെ എമ്പുരാന്റെ പോർഷൻ പാടിയത്, ചൈൽഡിന്റെ ഒരു പോർഷൻ പാടിയത് പൃഥ്വിരാജിന്റെ മകളാണ്. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ട് ട്രെയിലറിൽ, അത് പാടിയത് ഇന്ദ്രജിത്തിന്റെ മകളാണ്. സോ പിന്നെ ഉഷാ ഉതുപ്പ്, അങ്ങനെ എല്ലാവരുടെയും വോയിസ് ഇതിനകത്തുണ്ട്. പിന്നെ പറയാനുള്ളത് ആശീർവാദ് സിനിമാസ്, ഇതിന്റെ ആന്റണി പെരുമ്പാവൂർ നെടുന്തൂണാണ് മൂവി. നമ്മൾ ഏറ്റവും കൂടുതൽ കൈയടിച്ചതാണ് ലൂസിഫറിലെ ഒരു ക്യാമിയോ. യെസ്, അതേപോലെ ക്യാമിയോ എന്നല്ല പറയാൻ പറ്റില്ല, ഗസ്റ്റ് റോൾ ആണ്. അതേപോലെ തന്നെ എമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. ഒരുപാട് ഗസ്റ്റ് റോളും ക്യാമിയോസ് ഒക്കെ മൂവീസിൽ ഉണ്ടാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്ത് പറയാനുള്ളത് തന്നെയായിരിക്കും ആന്റണി പെരുമ്പാവൂരിൻ്റെ അത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ മമ്മൂട്ടി പറയുന്നുണ്ട് എല്ലാവരും ഉണ്ടാവുന്നു. നമ്മുടെ ഓരോ ആഗ്രഹം നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ അടുപ്പിക്കുന്നുണ്ട്. എന്നാൽ നാളെ കാണാം കണ്ടറിയാം എന്തായിരിക്കും. സോ എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യാം. ടിക്കറ്റ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല. വരുന്ന ദിവസങ്ങളില് ടിക്കറ്റ്സ് ഉണ്ട്, എല്ലാവരും പോയി കഴിയുമ്പോൾ അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ എല്ലാവരും പോയി വാച്ച് ചെയ്യാം. താങ്ക് യു സോ മച്ച്.